guys, welcome back to my YouTube channel. സോ ഞങ്ങൾ രണ്ടാളും കൂടിയിട്ടാണ് ഇന്നത്തെ വ്ളോഗിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രാഫ്റ്റ് റിലേറ്റഡ് ആണ്. ബിക്കോസ് ഞാൻ കല്യാണത്തിന് മുമ്പേ ക്രാഫ്റ്റ് വർക്ക്സ് ഒക്കെ ചെയ്തിരുന്നു. അപ്പോൾ എൻ്റെ ഇൻസ്റ്റ ഐ ഡി ഞാൻ താഴെ കൊടുക്കാം, കയറി ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ ഇപ്പോൾ കുറേ മടിയൊക്കെ ആയി, പിന്നെ കല്യാണമൊക്കെ ആയപ്പോൾ നല്ല മടിയായി. അതുകൊണ്ട് വർക്ക്സ് ഒന്നും അങ്ങനെ എടുക്കാറില്ല. പിന്നെ കുറേ തിരക്കും ബിസിയും ടൈമിലാകും, അങ്ങനെ കുറേ കാര്യങ്ങൾ കാരണം കൊണ്ട് എടുക്കാനൊന്നും വർക്ക്സ് എടുക്കാനൊന്നും പ്രോപ്പറായി പറ്റില്ല. കാരണം നമ്മൾ വർക്ക് എടുത്ത് കഴിഞ്ഞാൽ കറക്റ്റ് ടൈമിൽ തന്നെ കൊടുത്തില്ലെങ്കിൽ അതൊരു മോശമാണ്, പിന്നെ അവർക്കും ബുദ്ധിമുട്ടാണ്. അങ്ങനെയൊക്കെ ആയതുകൊണ്ട് വർക്ക്സ് ഒന്നും അങ്ങനെ എടുക്കാറില്ല. സോ അപ്പോൾ ഞാനിന്ന് ഇപ്പോൾ വെറുതെ ഇരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ ഇവിടെ വീട്ടിൽ ഒറ്റയ്ക്കായപ്പോൾ ഇപ്പോൾ വന്നതാണ്. എന്നിട്ട് ഞങ്ങൾ രണ്ടാളും കൂടി വർക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. ഒരു വർക്ക് ഇപ്പോൾ വന്നിട്ടുണ്ട്, ഒരു എൻഗേജ്മെൻറ്റ് ഹാമ്പറിൻ്റെയാണ്. ഇന്നലെയാണ് വർക്ക് വന്നത്. അപ്പോൾ ഇന്നലെ ഫ്രൈഡേ ആണ്, നാളെ സൺഡേ. നാളെ അവർക്ക് എൻഗേജ്മെൻ്റ് ആണ്. അപ്പോൾ നാളേക്ക് അവർക്ക് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അപ്പോൾ ഞാൻ വർക്ക് എടുത്തിട്ടുണ്ട്. എമർജൻസി വർക്ക്സ് ഒന്നും അങ്ങനെ അധികം എടുക്കലില്ല. പിന്നെ ഇപ്പോൾ കുറേ നാളായാലും വർക്ക് എടുത്തിട്ട് എന്ന് വിചാരിച്ചിട്ട് ചെയ്യാൻ പറ്റുന്നുള്ള രീതിയിലാണ് എടുത്തത്. പിന്നെ കുറേ ഹാമ്പേഴ്സ് ഒന്നുമില്ല, 2-3 ഹാമ്പേഴ്സ് തന്നെ ഉള്ളൂ. അത് കാരണം കൊണ്ട് വലിയ കുഴപ്പമില്ല. പിന്നെ ഇവള് വന്നിക്കണത് എന്നെ ഹെൽപ്പ് ചെയ്യാനാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടിയിട്ടാണ് ഇന്ന് ഹാമ്പർ ചെയ്യണത്. അപ്പം അതിന് ചോക്ലേറ്റ്സും പിന്നെ എന്താ ബോക്സൊക്കെ ഞാൻ വാങ്ങിയിട്ടുണ്ട്. പിന്നെ അതിലേക്ക് വേണ്ട കുറച്ച് സാധനങ്ങൾ കൂടി വാങ്ങാനുണ്ട്. പിന്നെ അതൊക്കെ ബാക്കിയുള്ളതൊക്കെ ഇനി പർച്ചേസ് ചെയ്യുന്ന വീഡിയോസൊക്കെ ഞാൻ എന്തായാലും ഇതിൽ ഉണ്ടാവും. നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് എന്തായാലും വീഡിയോ കാണുക. പിന്നെ എന്താ കൂടുതൽ പറയാനുള്ളത്, ആർക്കെങ്കിലും എന്തെങ്കിലും വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ പേജിൽ, ഞാൻ പേജ് താഴെ കൊടുക്കാം, പേജിൽ DM ചെയ്ത ഡീറ്റെയിൽസൊക്കെ ഞാൻ പറഞ്ഞുതരാം. പിന്നെ എന്താ പറയും അപ്പം നമുക്ക് രണ്ടാം കൂടി വർക്ക് ചെയ്യല്ലേ? ഓക്കെ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഈ 2 ബാസ്ക്കറ്റിലാണ് നമുക്ക് വർക്ക് ചെയ്യാനുള്ളത്. ഇതാ ഇങ്ങനത്തെ ബാസ്ക്കറ്റിൽ ചെയ്യാനാണ് അവർ പറഞ്ഞതും. പിന്നെ അവർ ഞാൻ റെഫറൻസ് പിക്സൊക്കെ അയച്ചു കൊടുത്തപ്പോൾ ഇങ്ങനത്തെ 2 ബാസ്ക്കറ്റിൽ ചെയ്യാനാണ് പറഞ്ഞത്. പിന്നെ ഞാനിതാ ഒരു എന്താ പറയുക ജസ്റ്റ് എൻഗേജ്ഡ് എന്നുള്ളൊരു ടോപ്പർ വാങ്ങിയിട്ടുണ്ട്. അതും എല്ലാം സെറ്റ് ചെയ്തിട്ട് എന്തായാലും കാണിച്ചു തരാം. പിന്നെ അതാ പോക്കറ്റ് ഷീറ്റും ഉണ്ട്, വൈറ്റ് കളറാണ് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുന്നത്. പിന്നെ അപ്പോൾ നമുക്ക് എന്താ ചോക്ലേറ്റ്സ് ഇതാ അവിടെ വാങ്ങി വെച്ചിട്ടുണ്ട്. ചോക്ലേറ്റ്സ് കൊട്ടടി. ചോക്ലേറ്റ്സും വാങ്ങിയിട്ടുണ്ട് കേട്ടോ, ചോക്ലേറ്റ്സ്. അപ്പോൾ നമുക്ക് ബാക്കി വർക്ക് ചെയ്തിട്ട് കാണാം. ഓക്കെ. സോനതാ സെറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നൊക്കെ നോക്കിയിട്ട് പണിയെടുക്കാൻ വേണ്ടി ഇങ്ങോട്ട് കൊണ്ടുവന്നൊക്കെ എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടത് ഒക്കെ നോക്കുന്നുണ്ട്. ചോക്ലേറ്റ്സ് ഏതിലൊക്കെയാണ് വെച്ച് കഴിഞ്ഞാൽ ഭംഗി ഉണ്ടാവുക എന്നുള്ളത്. ഫൈനലി ഇതാ 2ഉം ഏകദേശം പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട്. സോ അപ്പോൾ അത് ഞങ്ങൾ പോയി വാങ്ങിയിട്ട് വന്നിട്ട് വേണം. ഫ്ലവേഴ്സ്, കാറ്റ്, പിന്നെ അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ വാങ്ങിയിട്ട് വന്നിട്ട് ബാക്കി വർക്ക് ഫിനിഷ് ആക്കിയിട്ട് നമുക്ക് കാണാം. ഓക്കെ. വലിയ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹലോ ഗൈസ്, അപ്പോൾ ഞങ്ങളിതാ ഫ്ലവറും പിന്നെ കുറച്ച് സാധനങ്ങളും കൂടി ബാക്കിയുണ്ട്. അപ്പോൾ അത് മേടിക്കാൻ വേണ്ടി പോവുകയാണ്. ഞങ്ങൾ സ്കൂട്ടിയിലാണ് പോണത്. ഇവിടെ അടുത്ത് തന്നെയാണ്, അതുകൊണ്ട് ഞങ്ങൾ സ്കൂട്ടിയിൽ പോകാമെന്ന് വിചാരിച്ചു. ഓക്കെ. അവിടെ അത്ര സ്കൂട്ടി, ഞങ്ങൾ സ്കൂട്ടിയിൽ പോവുകയാണ്. ഓക്കെ. അപ്പോൾ പോകണം ഇരിക്കണം. കൃഷ്ണയുടെ വേറെ പകർപ്പാണ്. സോനിക്ക് ഫുഡ് വേണം എന്ന് പറഞ്ഞപ്പോൾ വെച്ചിട്ട് കഴിയാൻ. അപ്പോൾ ഞങ്ങൾ ഇതാ ഫുഡ് വണ്ടി അവിടെ പറക്കിയിട്ടുണ്ട്. ഞങ്ങൾ ഇനി ഇത് ഫുഡ് കഴിക്കാം. എന്ത് വേണം? ബബിൾ ടീ ഉണ്ട്. കുടിച്ചിട്ടില്ല? ബബിൾ ടീ കുടിച്ചിട്ടില്ല. അപ്പം ബബിൾ ടീ ഏത് വേണ്ട? ക്ലാസിക് വേണോ, ഹേസൽനട്ട് വേണോ? ഏതുണ്ട്? എനിക്ക് കോഫി ഫ്ലേവറാണ് കൂടുതൽ ഇഷ്ടം.
അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. എന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങി ഡയറക്റ്റ് ഇനി ഫ്ലവറാണ് വാങ്ങാനുള്ളത്. അപ്പോൾ ഫ്ലവർ ഷോപ്പിൽ പോയി. കുറേ ഫ്ലവേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഏത് ഫ്ലവർ എടുക്കണം എന്നുള്ള കൺഫ്യൂഷനിലാണ്. റോസിൽ ഫ്ലവർ പല കളേഴ്സ് ഉണ്ടല്ലോ, അപ്പോൾ ഏത് കളറാണ് മാച്ച് ഉണ്ടാവുക നോക്കി. പിന്നെ നമ്മുടെ ബോക്കറ്റ് ഷീറ്റ് വൈറ്റ് കളർ ആയതുകൊണ്ട് വൈറ്റ് തന്നെ എടുത്താൽ ഭംഗി ഉണ്ടാവും എന്ന് അറിയില്ലല്ലോ. പിന്നെ പിങ്ക് എടുക്കണോ റെഡ് എടുക്കണോ എന്നൊക്കെയുള്ളൊരു കൺഫ്യൂഷനിലായിരുന്നു. പിന്നെ ഇപ്പോൾ വെഡ്ഡിങ് സീസൺ ആയതുകൊണ്ട് നല്ല റേറ്റ് കൂടിയിട്ടുണ്ട് ഫ്ലവേഴ്സിനൊക്കെ. അപ്പോൾ അത് കാരണം ഞങ്ങൾക്ക് തോന്നി വൈറ്റിലേക്ക് കുറച്ചും കൂടി ഭംഗി തോന്നുക റെഡായിരിക്കും തോന്നിയിട്ട് ഞങ്ങൾ റെഡ് തന്നെ എടുത്തു. പിന്നെ കസ്റ്റമറിന് ഏത് കളർ വേണം അങ്ങനെയൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അവർ മറ്റേ ബോക്സിൽ വെക്കാൻ വേണ്ടിയിട്ട് ബ്ലൂ ഫ്ലവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പക്ഷേ ബ്ലൂ കളർ അവിടെ ഉണ്ടായിരുന്നില്ല. ബ്ലൂ റോസ് അല്ല, വേറെ ഫ്ലവർ ഇല്ല, അത് അവിടെ ഉണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ ജിപ്സി ആ ഫ്ലവറും കൂടി വാങ്ങി, റോസും വാങ്ങിയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഞങ്ങളിപ്പോൾ വീട്ടിലേക്ക് പോവാണ്. വീടെത്തി. പിന്നെ ബാക്കി ഇനി വർക്ക് ചെയ്യണം. ബാക്കി വർക്ക് ചെയ്തിട്ട് ബാക്കി കാണാം. റോസൊക്കെ ഞങ്ങൾ നിവർത്തി നോക്കി. എല്ലാം കുഴപ്പമില്ലാത്ത റോസാണ്. പിന്നെ അവർ പറഞ്ഞ് പിറ്റേ ദിവസത്തേക്കല്ലേ വർക്ക്, അപ്പോൾ അപ്പത്തിനും നന്നായി വിരിയും. അപ്പോൾ ലാസ്റ്റ് നിൽക്കണ ആ പെറ്റൽസൊക്കെ കൊഴിഞ്ഞു പോയിട്ട് നല്ല അടിപൊളി റോസാക്കിയിട്ട് ഞാൻ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതിൻ്റെ ലീവ്സൊക്കെ പറിച്ച് കളയണം, അത് വേറെ. അപ്പം അതിന് ഫുള്ള് മുള്ളാണ്. കൈമൊക്കെ കുറേ കുത്തിയിട്ട് നല്ല പണി കിട്ടി. പിന്നെ ഓരോന്ന് ക്ലീൻ ചെയ്ത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ രണ്ടാളും കൂടിയിട്ടായിരുന്നു. എന്നാൽ കുറേ എന്താ പറയുക റബ്ബർ ബാൻഡ് ഇതൊക്കെ കെട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് വേണം അത് ഫുള്ള് ഓരോന്നോരോന്നായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അപ്പോൾ ഓരോന്ന് ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പിന്നെ ബാക്കി വീഡിയോസും എടുക്കാൻ പറ്റില്ല, ക്ലീൻ ചെയ്യുന്നതും അതൊക്കെ എടുക്കാൻ പറ്റില്ല, അവിടെ തെക്കായി. പിന്നെ അവിടുത്തെ പിക്കാൻ വന്നുകൊണ്ടിരിക്കുന്നത് വന്നപ്പോൾ പിന്നെ ടൈമില്ല. ഞങ്ങൾ ക്ലീൻ ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചു. പിന്നെ ഫോട്ടോ എടുക്കണമല്ലോ, അപ്പോൾ ഫോട്ടോഷൂട്ടായിരുന്നു. കുറേ ഫോട്ടോസും വീഡിയോസ് എടുത്തിട്ടുണ്ട്. കൂടുതൽ വീഡിയോസും ഫോട്ടോസൊക്കെ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാ പേജ് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി, പറയാൻ പറ്റും. പിന്നെ വർക്ക് ഇഷ്ടമായി എന്നുള്ളത് എല്ലാവരും കമൻറ്റ് ചെയ്യുക. കൂടുതൽ വർക്ക്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ DM ചെയ്യുക. ഓക്കെ, അപ്പോൾ വീഡിയോ എന്തായാലും ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ.